ലോകത്തൊരു സംസ്കാരവുമില്ല, ഒരു നാഗരികതയുമില്ല. ഒന്നിലധികം ഇണകളുമായി പുരുഷൻ സംസർഗത്തിലേർപ്പെടുന്നത് അംഗീകരിക്കാത്തതായി ചരിത്രത്തിലില്ല എന്ന് നരവംശാസ്ത്രം കൃത്യമായി പഠിപ്പിക്കുന്നു. ആ രംഗത്തെ പഠനങ്ങൾ. അവിടെ മനുഷ്യൻ്റെ മുന്നിൽ 2 മോഡലുകളുണ്ട്. ആ 2 മോഡലുകൾക്കും മാതൃകയാകുവാൻ അവസാന നാൾ വരെയുള്ള മനുഷ്യർക്ക് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏകഭാര്യത്വത്തിൻ്റെ മാതൃക, ഖദീജ ബിൻത് ഖുവൈലിദുമായുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസർഗത്തിൻ്റെയും ഇണയായുള്ള ജീവിതത്തിൻ്റെയും മാതൃകയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രവാചകത്വ ലബ്ധിക്ക് 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നേക്കാൾ പ്രായമുള്ള വിധവയായ ഒന്നിലധികം കുഞ്ഞുങ്ങളുടെ മാതാവായ ഖദീജയെ വിവാഹം ചെയ്യുകയാണ്, സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. നീണ്ട 25 വർഷക്കാലം നീണ്ടു നിന്ന ആ ദാമ്പത്യ ജീവിതം, നീണ്ട 25 വർഷക്കാലം പ്രവാചകന്റെ ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ 2/3 ഭാഗം, ആ ജീവിതം മുഴുവനും ഏകഭാര്യത്വത്തെ സ്വന്തം ജീവിതത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി കണ്ടെത്തുന്ന ആളുകൾക്കുള്ള സമ്പൂർണ്ണ മാതൃകയാണ്. ഖദീജയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള സംസർഗങ്ങൾ, അവർ ഒന്നിച്ചുള്ള ജീവിതം, അവർ പരസ്പരം സമാധാനമായി മാറിയത്, പ്രവാചകൻ്റെ താങ്ങും തണലുമായി ഖദീജ മാറിയത്, ഖദീജയുടെ റളിയല്ലാഹു അൻഹാ എല്ലാ അർത്ഥത്തിലുമുള്ള സംതൃപ്തി നൽകുന്ന ഭർത്താവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. നീണ്ട 25 വർഷക്കാലത്തെ ജീവിതത്തിൽ 10 വർഷക്കാലം പ്രവാചകത്വത്തിന് ശേഷമുള്ള ജീവിതമാണ്. പ്രവാചകത്വത്തിൻ്റെ ആദ്യ നാളുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കാലടിപ്പാടുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധൈര്യസമേതമുള്ള ഓരോ മുന്നോട്ടുള്ള ഗമനത്തിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഭ്രമം ജനിപ്പിക്കുന്ന പ്രയാസകരമായ സന്ദർഭങ്ങളിൽ എല്ലാം തന്നെ താങ്ങും തണലുമായി നിന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒരു നല്ല ഇണയുടെ സംസർഗവും ഇണയുടെ തണലും ഇണയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനവും നമുക്കവിടെ കാണാൻ കഴിയും. ഏകഭാര്യത്വത്തിൻ്റെ സുന്ദരമായ ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജയും തമ്മിലുള്ള ജീവിതത്തെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും ഉത്തമമായ മാതൃകയായി സ്വീകരിക്കേണ്ടവർക്കത് സ്വീകരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 2ാമത്തെ ഘട്ടം ഞാൻ പറഞ്ഞു, നാഗരികതകളിൽ മുഴുവനും നിലനിന്നിരുന്ന, മനുഷ്യ സമൂഹത്തിന് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത, ലൈംഗിക ശാസ്ത്രം പഠിച്ചിട്ടുള്ള, പുരുഷ പെൺ ലൈംഗിക ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത ബഹുഭാര്യത്വം എന്നുള്ള ഇണകളെ സ്വീകരിക്കുവാനുള്ള പുരുഷൻ്റെ സവിശേഷത എന്നുള്ള വസ്തുതക്ക് മുന്നിൽ പ്രകൃതിമതമായി ഇസ്ലാം പുറംതിരിഞ്ഞു നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെയും മാതൃക ആവശ്യമുണ്ട്. എന്തിനൊക്കെ, എങ്ങനെയൊക്കെ, എപ്പോഴൊക്കെ, എവിടെയൊക്കെ, അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ എന്നെല്ലാമുള്ള മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ നാളുകളിൽ നമുക്ക് ആ മാതൃകയും കാണാൻ കഴിയുകയാണ്. ആ മാതൃകയിൽ എവിടെയൊക്കെ, എങ്ങനെയൊക്കെ, കേവലം ലൈംഗികത എന്നതിലപ്പുറത്ത് ഒരു സംരക്ഷകനായി, ഒരു സമൂഹത്തെ സൗഹൃദത്തിലേക്ക് നയിക്കുന്നവനായി, നിയമങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതത്തെ ബലി കൊടുക്കേണ്ടി വന്നാൽ ജീവിതത്തെ ബലി കൊടുക്കുവാൻ സന്നദ്ധതയുള്ളവനായി, സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുഷ്ടാചാരങ്ങൾ നീക്കുവാൻ വിവാഹത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് ഉപയോഗിക്കേണ്ട വ്യക്തിത്വമായി എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും. സൗദാ ബിൻത് സംആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്ന, ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിയോഗത്തിന് ശേഷം ആദ്യമായി കടന്നു വരുന്ന മഹിളാരത്നം 65ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വൈധവ്യത്തിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി ജീവിതത്തെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച, അബസീനിയയിലേക്ക് പോയ ആളുകളോടൊപ്പം ഉണ്ടായിരുന്ന, ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ദുർബലനായ പിതാവിന്, വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലക്കെത്തിയ പിതാവിന് തൻ്റെ മകളെ കൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആ വ്യക്തിയോട്,
ആ വ്യക്തിയോട് വിവാഹാന്വേഷണം നടത്തി സംരക്ഷണത്തിന് എങ്ങനെ വിവാഹത്തെ ഉപയോഗപ്പെടുത്താം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവികതയുടെ മാതൃക കാണിച്ചു കൊടുക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംരക്ഷണത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിയ ഇണകളെ മുഴുവനും പരിശോധിച്ചാൽ സംരക്ഷണത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മാതൃകകൾ നമുക്കതിൽ കാണാൻ കഴിയും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അബൂ സൽമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് പിഞ്ചു പൈതങ്ങളെ നൽകിക്കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതത്തിലേക്ക് ഉമ്മു സൽമയെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഒരു വിധവക്ക് എങ്ങനെയാണ് ബഹുഭാര്യത്വത്തിൻ്റെ തണൽ നൽകേണ്ടത് എന്ന് സ്വന്തം ജീവിതം വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു വിധവക്ക് സംരക്ഷണത്തിൻ്റെ പാത എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണവും പാർപ്പിടവുമല്ല. മക്കൾക്ക് അനാഥത്വമില്ലാതെ, വിധവക്ക് വൈധവ്യത്തിൻ്റെ അനാഥത്വം അനുഭവപ്പെടാതെ എങ്ങനെയാണ് സ്വന്തം ജീവിതത്തെ തണലായി നൽകുക എന്ന് സ്വന്തം ജീവിതം വഴി കാണിച്ചു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വളർന്ന ഉമ്മു സലമയുടെ മക്കൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. ആ മാതൃകയിൽ നിന്ന് മുസ്ലിം മനസ്സിലാക്കും. മനസ്സിലാക്കും? മറ്റൊന്നുമല്ല, ഒരു വിധവയായ സ്ത്രീയെ സ്വന്തം ഇണയാക്കി കൊണ്ടുവരേണ്ടി വരുമ്പോൾ അവരുടെ മക്കളോട് അവരുടെ പറക്കമുറ്റാത്ത മക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് ചിറ്റപ്പനായി മാറുകയല്ല, സ്വന്തം പിതാവായി മാറുവാൻ, ഹൃദയം നൽകുവാൻ, കരുണ നൽകുവാൻ, സ്നേഹം നൽകുവാൻ, പിതാവിനെ പോലെ പെരുമാറാൻ, പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ നൽകി പിതാവ് മരണപ്പെട്ടത് അറിയിക്കാതെ വളർത്തുവാൻ എങ്ങനെ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മാതൃകയിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. സ്വന്തം മകൾ വിധവയായി നിന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത സുഹൃത്ത്, പ്രവാചകന്റെ സഖാക്കളിൽ പ്രമുഖൻ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം മകൾ വിധവയായപ്പോൾ, ഹഫ്സ റളിയല്ലാഹു അൻഹ വിധവയായപ്പോൾ ആരാണിവളെ ഇനിയൊന്ന് സ്വീകരിക്കുക എന്ന് സങ്കടത്തോടുകൂടി അബൂബക്കറിനോടും ഉസ്മാനോടുമെല്ലാം റളിയല്ലാഹു അൻഹുമ ചോദിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചിത്രം നമ്മൾ മനസ്സിൽ കാണണം. ആരാണ്? എൻ്റെ മകളിതാ വിധവയായിരിക്കുന്നു, എൻ്റെ മകൾക്കിതാ ഭർത്താവ് നഷ്ടപ്പെട്ടിരിക്കുന്നു, പക്ഷേ അവളെ സ്വീകരിക്കുവാൻ നിങ്ങൾ സന്നദ്ധമാകുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം സഹോദരൻ്റെ, സ്വന്തം സഖാവിൻ്റെ അനുയായികളിൽ പ്രമുഖൻ്റെ വേദനയെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഹഫ്സയെ സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷണത്തിൻ്റെ നിസ്തുലമായ മാതൃക കാണിച്ചു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് മുഴുവനും മാനവികതയുടെ ഉജ്ജ്വലമായ മാതൃക കാണാൻ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങൾ സംരക്ഷണത്തിന് വേണ്ടി എങ്ങനെ വിവാഹത്തെ സംരക്ഷണത്തിനുള്ള ഉപാധിയായി ഉപയോഗപ്പെടുത്താമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയായിരുന്നു ഒരു വശത്ത്. അതോടൊപ്പം തന്നെ സൗഹൃദ ബന്ധങ്ങളുടെ ദൃഢീകരണത്തിന് എങ്ങനെയാണ് വിവാഹത്തെ ഉപയോഗപ്പെടുത്താമെന്ന് വളരെ കൃത്യമായി ഹഫ്സയുടെ വിവാഹത്തിലൂടെ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തുകൊണ്ട് അബൂബക്കർ തൻ്റെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യത്തെ പ്രായപൂർത്തിയെത്തിയ പുരുഷൻ, തൻ്റെ പ്രബോധക ജീവിതത്തിൽ മുഴുവനും താങ്ങും തണലുമായി നിന്ന മനുഷ്യൻ, എല്ലാ അർത്ഥത്തിലും എൻ്റെ സഖാവ് എന്ന് വിളിക്കപ്പെടാൻ എക്കാലഘട്ടത്തിലും അർഹനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സർട്ടിഫൈ ചെയ്ത വ്യക്തി, അദ്ദേഹത്തിൻ്റെ മകളെ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ ഈ സൗഹൃദ ബന്ധത്തിൻ്റെ വലിയ വലുപ്പം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ് പ്രവാചകന്റെ ജീവിതത്തിൽ കന്യകയായി കടന്നു വന്നത് എന്നും കന്യകയായ ഒരു പെണ്ണിനോട് എങ്ങനെയാണ് വൈധവ്യത്തിൽ നിൽക്കുന്ന ആളുകളോടുള്ള പെരുമാറ്റം മാത്രമല്ല, കന്യകയുടേതായ അവകാശങ്ങളുണ്ട് എന്നും ആ കന്യകയുമായി എങ്ങനെയാണ് ദാമ്പത്യബന്ധം നയിക്കേണ്ടത് എന്നും മാത്രമല്ല,
വൈവാഹിക ബന്ധത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസരങ്ങളിൽ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ പ്രവാചക വിയോഗത്തിന് ശേഷവും പതിറ്റാണ്ടുകൾ ജീവിക്കുവാൻ കഴിയുന്ന വ്യക്തി എന്നുള്ള നിലക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുക വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും മാതൃകയാകുകയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായവും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമെല്ലാം വിമർശന വിധേയമാക്കുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട 2000 ചില്ലാനം ഹദീസുകളെ അപഗ്രഥന വിധേയമാക്കട്ടെ. ഏത് തരത്തിലുള്ള അപഗ്രഥനവും ഏത് തരത്തിലുള്ള മനഃശാസ്ത്രപരമായ വിശ്ലേഷണ അപഗ്രഥനവും നടത്തട്ടെ. എന്നിട്ട് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുഭവിച്ച ആ ജീവിതാസ്വാദനത്തിൻ്റെ സംതൃപ്തിയുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സംതൃപ്തമായ നാളുകളെക്കുറിച്ചുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തെ പരിശോധനാ വിധേയമാക്കട്ടെ. എന്നിട്ട് പറയട്ടെ അവരുടെ ജീവിതം മാതൃകാപരമായിരുന്നുവോ അല്ലേ എന്ന്. റസൂലുള്ളാഹി തൻ്റെ ഭർത്താവ് മരണപ്പെട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും 20, 30, 40 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ജീവിതത്തെക്കുറിച്ച് അയവിറക്കുമ്പോൾ ഏത് രൂപത്തിലുള്ള മധുരമായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ നാവിലുണ്ടായിരുന്നത് എന്ന് ഹദീസുകളിലൂടെ പരിശോധിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഹദീസുകളിലൂടെ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. സംതൃപ്തിയോടുകൂടിയുള്ള ദാമ്പത്യ ജീവിതം. പിന്നെ പ്രായവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ്. ആ വിമർശകരോട് നമുക്ക് പറയാനുള്ളത്, വെല്ലുവിളിയുടെ സ്വരത്തിൽ പറയാനുള്ളത്, ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നും ഇന്നലെയുമല്ല വിമർശിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകനെതിരെ മുശ്രിക്കുകൾ വിമർശിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ മിഷനറിമാർ വിമർശിച്ചിട്ടുണ്ട്, ജൂതന്മാർ വിമർശിച്ചിട്ടുണ്ട്, ഭൗതികവാദികൾ വിമർശിച്ചിട്ടുണ്ട്. വെല്ലുവിളിയോടുകൂടി ഞാൻ ചോദിക്കട്ടെ, 19-ാം നൂറ്റാണ്ടിന് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും വിമർശകന്മാർ മുഹമ്മദ് നബി ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് അത് ശരിയായില്ല എന്ന്, അതൊരു കുഞ്ഞിനെയാണ് വിവാഹം ചെയ്തത് എന്ന്, 9 വയസ്സുകാരിയെ വൈവാഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് വൃത്തികെട്ട ഏർപ്പാടായി എന്ന്, അത് അധാർമികമായി എന്ന് 19-ാം നൂറ്റാണ്ടിന് മുമ്പ് ഏതെങ്കിലും ഒരു വിമർശകൻ എഴുതിയത് കാണിച്ചു തരാൻ വിമർശകന്മാർക്കാർക്കെങ്കിലും കഴിയുമോ? കഴിയില്ലെങ്കിൽ അതിനർത്ഥം 19-ാം നൂറ്റാണ്ട് വരെ ലോകം മുഴുവനും അംഗീകരിച്ചിരുന്ന, സമൂഹം അംഗീകരിച്ചിരുന്ന ഒരു വൈവാഹിക വിവാഹ സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചവൻ്റെ നിർദ്ദേശപ്രകാരം വലിയ ലക്ഷ്യങ്ങളോടുകൂടി സ്വീകരിക്കുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന ആയിഷയുടെ പിതാവിനൊരു പ്രശ്നവുമില്ലാത്ത, അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാവിനൊരു പ്രശ്നവുമില്ലാത്ത, ആയിഷ റളിയല്ലാഹു അൻഹ പൂർണ്ണമായും തൃപ്തമായ കുടുംബജീവിതം നയിച്ച, അതേപോലെ തന്നെ സമൂഹത്തിൽ 14 നൂറ്റാണ്ടുകളായി സമൂഹത്തിൽ ആർക്കും എതിർപ്പില്ലാത്ത ആ വൈവാഹിക ജീവിതം പുതിയ കാലത്ത് പുതിയ ധാർമ്മികതയുടെ കണ്ണാടികളിലോട്ട് നോക്കി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിക്കൊണ്ട് അപഹസിക്കുന്നത് തീർച്ചയായും അനീതിയാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇങ്ങനെ ഓരോ രംഗത്തും ആ സൗഹൃദങ്ങൾ എത്ര വലുത്, ആ സൗഹൃദങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവന്ന വലിയ ആശയ വിപ്ലവം എത്ര വലുത് നമുക്ക് കാണാൻ കഴിയും. വിവാഹ സൗഹൃദങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ പീഡനങ്ങൾ സഹിച്ച ആളുകളിൽപ്പെട്ട ഒരാൾ അബൂ സുഫിയാൻ്റെ മകൾ റംലയായിരുന്നു. ആ റംല റളിയല്ലാഹു അൻഹ ഭർത്താവിനോടൊപ്പം അബിസീനിയയിലേക്ക് ഒന്നാമതായി ഹിജറ പോയ ആളുകളിൽ ഉൾപ്പെടുന്നു. ആ റംല റളിയല്ലാഹു അൻഹക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോൾ ഉമ്മു ഹബീബ എന്നറിയപ്പെട്ടു. ആ ഉമ്മു ഹബീബ തൻ്റെ ഭർത്താവിനോടൊപ്പം അബിസീനിയയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭർത്താവ് അവിടുത്തെ ആളുകളുടെ കമ്പനികളിൽ പെടുകയും ക്രൈസ്തവരുടെ കൂട്ടായ്മയിൽ പെടുകയും അദ്ദേഹം മദ്യപാനിയായി തീരുകയും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തപ്പോൾ തികച്ചും അനാഥയായി മാറിയ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, അനാഥമായ നാട്, ആരാരുമില്ലാത്ത വിദേശ നാട്, ആരും പോറ്റാനില്ലാത്ത നാട്, മക്കയിലേക്ക് തിരിച്ചു ചെന്നാൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു അബൂ സുഫിയാൻ, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായ സ്വന്തം ആങ്ങളമാർ. ഇവിടെയാണെങ്കിലോ ഭർത്താവ് ഇസ്ലാമിൽ നിന്ന് പോയി തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. ഒരൊറ്റ സ്ത്രീ എന്ത് ചെയ്യണം?
പ്രയാസമനുഭവിക്കുന്ന, മാനസികമായി തന്നെ പോറ്റാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഒരു ഹൃദയത്തിൻ്റെ ഒരു വശത്ത് വലിയ കനമായി സ്ഥിതി ചെയ്യുകയും ഇസ്ലാമിനോടുള്ള സ്നേഹവും പ്രവാചക ജീവിതത്തോടുള്ള സ്നേഹവും എല്ലാം തന്നെ വലിയ കാര്യങ്ങളായി സ്ഥിതി ചെയ്യുകയും ചെയ്യുമ്പോഴും ജീവിക്കാൻ വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി കേണുകൊണ്ടിരുന്ന ആ സ്ത്രീഹൃദയത്തിൻ്റെ വേദനയും വലിപ്പവും, ആ സ്ത്രീഹൃദയത്തിൻ്റെ പ്രയാസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ അറിയുകയാണ്. അത് മദീനയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മദീനയിൽ അറിയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജറ കഴിഞ്ഞതിന് ശേഷമാണ് സംഭവം. ഈ മദീനയിൽ അറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതാവ് എന്നുള്ള നിലക്ക് അബസീനിയയിലെ രാജാവിനോട് അറിയിപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഇണയായി സ്വീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലല്ലാതെ ഇണയായി സ്വീകരിച്ചുകൊണ്ട് മദീനയിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ ആദർശത്തിന് വേണ്ടി എല്ലാവരെയും നഷ്ടപ്പെടുത്തിയ വ്യക്തിയെ എങ്ങനെയാണ് വിവാഹത്തിലൂടെ വലിയ തണൽ നൽകിക്കൊണ്ട് സംരക്ഷിക്കാനാവുക എന്ന വലിയ പാഠവും, അതോടൊപ്പം തന്നെ അബൂ സുഫിയാൻ കുടുംബവുമായി ഉണ്ടാക്കിയ ബന്ധം കൊണ്ട് അബൂ സുഫിയാൻ പിൽക്കാലഘട്ടത്തിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവായി മാറിയ ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന അബൂ സുഫിയാൻ ആ കടന്നുവരലിന് അടിസ്ഥാനപരമായി നിമിത്തമായി മാറി. പ്രവാചകൻ്റെ ഇണയായിരുന്ന ജുവൈരിയ റളിയല്ലാഹു അൻഹയും സഫിയ റളിയല്ലാഹു അൻഹയും അങ്ങനെ കടന്നു വന്നതാണ്. രണ്ടും യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ദികളായിരുന്നു. ബനു മുസ്തലഖ് ഗോത്രവുമായി ഉണ്ടായ യുദ്ധത്തിൽ ആ ഗോത്രം യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ബന്ദികളെ കിട്ടി. ആ ബന്ദികൾ അന്നത്തെ യുദ്ധ സമ്പ്രദായ പ്രകാരം വീതിച്ച് പടയാളികൾക്ക് നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടയാളി എന്നുള്ള നിലക്ക് ലഭിച്ച അടിമകളിൽ ഒരാളായിരുന്നു ജുവൈരിയ റളിയല്ലാഹു അൻഹ. അവർ ആ ഗോത്രത്തിൻ്റെ നായകൻ്റെ മകൾ കൂടിയായിരുന്നു, വിധവയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ മോചിപ്പിച്ചുകൊണ്ട് വിവാഹം ചെയ്തു. ആ വിവാഹം വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കളായിത്തീർന്നു ബനു മുസ്തലഖ് ഗോത്രം. അപ്പോൾ പ്രവാചകൻ്റെ അനുചരന്മാർ മുഴുവനും, പടയാളികളായിട്ടുള്ള മുസ്ലിം അനുചരന്മാർ മുഴുവനും പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കളെ പിന്നെ അടിമകളാക്കി പിടിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവരെ മുഴുവനും മോചിപ്പിക്കുകയാണ്. കഴിയുന്ന ആളുകളെല്ലാം മോചിപ്പിച്ച് വിവാഹം ചെയ്തു, അതല്ലാത്തവരെ സ്വതന്ത്രമായി മോചിപ്പിച്ചു. അതുവഴി ബനു മുസ്തലഖ് ഗോത്രം മൊത്തത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. ഖൈബർ യുദ്ധത്തിലാണ് പിടിക്കപ്പെട്ടത് സഫിയ റളിയല്ലാഹു അൻഹയെ. ബനു നദീർ ഗോത്രത്തിൻ്റെ നേതാവായിരുന്ന ഹുയയ്യ് ഇബ്നു അഖ്തബിൻ്റെ മകൾ. ഭർത്താവ് മരണപ്പെട്ടു. തീർച്ചയായും അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീതിച്ച് ലഭിച്ച അടിമയായ സഫിയ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകാപരമായി ഒരു ഗോത്ര നേതാവിൻ്റെ മകളായി ഇത്രയും കാലം ജീവിച്ച വ്യക്തി എന്നുള്ള നിലക്ക് അവരെ അടിമയായി സ്വീകരിക്കുന്നതിന് പകരം അവരെ സ്വതന്ത്രരാക്കി വിവാഹം ചെയ്യുകയാണ് ചെയ്തത്. അവിടെ അടിമമോചനത്തിൻ്റെ വലിയ പാഠങ്ങൾ മനസ്സിലാകണമെങ്കിൽ അക്കാലഘട്ടത്തിലേക്ക് നമ്മൾക്ക് തിരിച്ച് നടക്കാൻ കഴിയണം. അങ്ങനെ തിരിച്ചു നടക്കാൻ കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമമോചനത്തിന് വേണ്ടി നടത്തിയ വിവാഹങ്ങളുടെ മാനവികതയുടെ വലുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടിമത്തം നിലനിൽക്കാത്ത, ബന്ദികൾ അടിമകളാക്കി മാറ്റുന്ന സമ്പ്രദായമില്ലാത്ത ഇക്കാലഘട്ടത്തിൽ ആ വിവാഹങ്ങളെ നോക്കിക്കൊണ്ട് വിമർശിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ മാതൃകകളിൽ ഏറ്റവും ഉജ്ജ്വലമായി നിൽക്കുന്ന, പ്രവാചകൻ്റെ കാലം മുതൽ ഇന്ന് വരെ വിമർശിക്കപ്പെടുന്ന വിവാഹങ്ങളിലൊന്നാണ് സൈനബ ബിൻത്ത് ജഹ്ഷുമായുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം. അത് വലിയ ഒരു മാതൃകയായിരുന്നു, വലിയ മാതൃക. ലോകത്തെ ഇന്ന് വരെ ആദർശത്തിന് വേണ്ടി ഇത്ര വലിയ ത്യാഗം സഹിച്ചൊരു മാതൃക നമുക്ക് കാണാൻ കഴിയില്ല. അതിലും ലൈംഗികതയെ തിരയുന്ന ആളുകളോട്
ചരിത്രത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അടിത്തറകളിലേക്ക് കടന്നു പോകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സൈനബ് ബിൻത് ജഹ്ഷ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകളാണ്. പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിലെ 4-ാമത്തെ വചനത്തിലൂടെ അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന 2 നികൃഷ്ടമായ സമ്പ്രദായങ്ങൾ ഇല്ലാതെയാക്കുകയാണ്. ആ സമ്പ്രദായങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് മറ്റൊന്നുമല്ല, അന്ന് അവിടുത്തെ പുരുഷാധിപത്യപരമായ ഉണ്ടായിരുന്ന അക്കാലഘട്ടത്തിലെ ആൺകോയ്മയുടെ വലിയ വിചിത്രമായ 2 സമ്പ്രദായങ്ങൾ. ആ സമ്പ്രദായങ്ങൾ, ഒന്ന് സ്വന്തം മാതാവിനെ തീരുമാനിക്കുക എന്ന സമ്പ്രദായമാണ്. നീ എൻ്റെ മാതാവാണെന്ന് പറയാം, നീ ഇന്നു മുതൽ എൻ്റെ മാതാവാണെന്ന് പറയുക, എന്നിട്ട് ഇനി മാതാവുമായുള്ള ബന്ധമാണ് നിന്നോടെന്ന് പറയാം. അതെന്തിനാ ആണുങ്ങൾ ചെയ്യണത്? അവർക്ക് വേണ്ടാതെയാകുന്ന തങ്ങളുടെ ഭാര്യമാരോടാണിത് പറയുക. സൗന്ദര്യം നശിച്ച ഭാര്യമാർ, വാടകത്തെക്കത്തിലേക്ക് കടന്നു വരുന്ന ഭാര്യമാർ, അവരുടെ മക്കളെ ഇവർക്ക് വേണം താനും, അവരെ വേണ്ടതാനും. അതുകൊണ്ട് എന്താ പറയുക? ലിഹാർ ചെയ്തു, ഇന്നു മുതൽ നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ്, നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് പറയും. അതുവഴി എന്താകും? മാതൃപുതൃബന്ധമായി. പിന്നെ അവർ ശാരീരിക ബന്ധമല്ല, ആ രൂപത്തിലൊന്നുമില്ല, പക്ഷേ മക്കൾ കൂടെ ഉണ്ടാകും. അവർക്ക് മക്കൾ എന്നത് വലിയ സമ്പത്തായി കരുതിയിരുന്ന ആളുകൾ. മാതാവിനെ സ്വന്തം തീരുമാനിക്കുക എന്ന വിചിത്ര സമ്പ്രദായം, അതോടൊപ്പം തന്നെ മക്കളെ സ്വന്തം തീരുമാനിക്കുക. ആരെങ്കിലും തങ്ങളുടെ കേവല ദത്തുപുത്രന്മാരല്ല, മറിച്ച് ആ സ്വന്തം വളർത്തുന്ന മക്കൾ എൻ്റെ മകനാണ് എന്ന് തീരുമാനിക്കുകയും മക്കളുടെ മുഴുവൻ അവകാശങ്ങളും നൽകുകയും അവരുടെ മാതാപിതാക്കളുടെ അവകാശങ്ങൾ മുഴുവനും നിഷേധിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം മക്കയിലുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ദത്തുപുത്രൻ ഉണ്ടായിരുന്നു. ഈ 2 സമ്പ്രദായങ്ങളെയും നിരോധിക്കപ്പെടേണ്ടതാണ് എന്ന് ഇസ്ലാം തീരുമാനിച്ചു. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എൻ്റെ മാതാവിനെ തീരുമാനിക്കുന്നത് പടച്ചവനാണെങ്കിൽ എൻ്റെ മക്കളെയും തീരുമാനിക്കുന്നത് പടച്ചവനാ. എൻ്റെ മാതാവിനെ തീരുമാനിക്കാൻ എനിക്ക് അവകാശമില്ലെങ്കിൽ എൻ്റെ മക്കളെയും തീരുമാനിക്കാൻ എനിക്ക് അവകാശമില്ല. ആരെയും അനാഥകളെ സംരക്ഷിക്കാം, മക്കളെപ്പോലെ പോറ്റാം, പക്ഷെ അവരെ മക്കളായി തീരുമാനിക്കുക പടച്ച തമ്പുരാൻ ചെയ്യേണ്ട പണിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ 2 സമ്പ്രദായങ്ങളെയും നിരോധിച്ചു. ആ നിരോധിക്കുമ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന പ്രശ്നം. മറ്റേ ലിഹാർ സമ്പ്രദായം ഇനി ചെയ്യരുതെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ദത്തുപുത്ര സമ്പ്രദായം എന്നത് പ്രത്യേകിച്ച് അവിടെ അതിശക്തമായ വേരുകളുണ്ടായിരുന്ന സമ്പ്രദായം. ആ സമ്പ്രദായം ഇല്ലാതെയാകണമെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകണം. നടപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നടപ്പാക്കാനാണ് പടച്ചവൻ തീരുമാനിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നടപ്പാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹ, അവർ ഉന്നത കുലജാതയായ സൈനബ് റളിയല്ലാഹു അൻഹ, ആ സൈനബുമായി സയ്യിദ് എന്ന വിരൂപനായ സ്വഹാബിയായ മനുഷ്യനുമായുള്ള വിവാഹം നിശ്ചയിക്കുവാൻ വേണ്ടി, വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. പ്രവാചകൻ അവിടെ വലിയ ചില ഇസ്ലാമികമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിട്ടത്. അവർ തമ്മിലുള്ള വൈവാഹിക ജീവിതത്തിലൂടെ ഉന്നതനും അധമനും എന്നുള്ള രൂപത്തിലുള്ള യാതൊരു രൂപത്തിലുമുള്ള പരിഗണനയില്ലാത്ത വിവാഹങ്ങൾ നടക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു. പക്ഷേ ആ വൈവാഹിക ബന്ധം ഏറെക്കാലം നീണ്ടു നിന്നില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായി അറിയപ്പെട്ടിരുന്നയാൾ, ചെറുപ്പകാലഘട്ടത്തിലെ പ്രവാചകന്റെ സംരക്ഷണത്തിൽ വന്നയാൾ. അങ്ങനെ സൈനബിനെ വിവാഹം ചെയ്തു കൊടുത്തെങ്കിലും ആ വൈവാഹിക ബന്ധം സ്വാഭാവികമായും അവർക്ക് തമ്മിൽ ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ട് വിവാഹമോചനത്തിൽ കലാശിച്ചു. ഈ സന്ദർഭത്തിലാണ് സർവലോകരക്ഷിതാവായ തമ്പുരാൻ ദത്തുപുത്ര സമ്പ്രദായത്തിന്, മക്കളെ സ്വയം തീരുമാനിക്കുന്ന സമ്പ്രദായത്തിന് അറുതി വരുത്തുവാൻ വേണ്ടി തീരുമാനിച്ചത്. അറുതി വരുത്തുന്നതിൻ്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സമൂഹം ഏറ്റവും നികൃഷ്ടമായി കരുതിയിരുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അതെന്താ? ദത്തുപുത്രൻ്റെ ഭാര്യയെ നീ വിവാഹം ചെയ്യണം. ആ സമൂഹം നികൃഷ്ടമായി കരുതിയിരുന്ന കാര്യം, ആ സമൂഹം തെറ്റായി കരുതിയിരുന്ന കാര്യം,
ആ സമൂഹം ഒരു കുറ്റമായി കരുതിയിരുന്ന കാര്യം. തീർച്ചയായും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ സമൂഹം കുറ്റമായി കരുതിയിരുന്ന കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആദർശത്തിന് വേണ്ടി, ആദർശം നടപ്പാക്കാൻ വേണ്ടി സമ്പത്ത് കൊടുക്കാൻ പറഞ്ഞാൽ മുഴുവൻ സമ്പത്തും കൊടുക്കാൻ ചിലപ്പോൾ ചരിത്രത്തിൽ പലരും സന്നദ്ധമായിട്ടുണ്ടാകും. ആദർശത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ പറഞ്ഞാൽ ആ ജീവൻ കൊടുക്കാൻ സന്നദ്ധമായ ഒരുപാട് അനുഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് പറയാനുണ്ടാകും. പക്ഷെ ഒരു ആദർശം നടപ്പാക്കാൻ വേണ്ടി സ്വന്തം അഭിമാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ, അഭിമാനത്തെ പൂർണ്ണമായി ഒരു ആദർശത്തെ നടപ്പാക്കുന്നതിന് വേണ്ടി വന്നാൽ ബലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് സന്നദ്ധമാകാൻ ഏറെ പേർക്ക് കഴിഞ്ഞെന്ന് വരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെട്ടത് അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് അതാണ്. എന്താ കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൽ ഒരു കളങ്കവും ആരോപിക്കുവാൻ, ഒരു കളങ്കവും ആ ധാർമ്മിക വ്യക്തിത്വത്തിൽ ആരോപിക്കുവാൻ അതുവരെ മക്കാ മുശ്രിക്കുകളുടെ, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ പക്കലില്ല. പ്രവാചകനെതിരെ പറഞ്ഞ ആളുകൾക്ക്, പ്രവാചകന്റെ ആദർശത്തിനെതിരെ പറഞ്ഞ ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് ഒരു കളങ്കമെങ്കിലും ഉള്ളതായി ആർക്കും പറയാനില്ല. അങ്ങനെയുള്ള ആളുകൾ വെറുത്തിരുന്ന, അവർ എതിർത്തിരുന്ന, അവർ ശരിയല്ല എന്ന് വിശ്വസിച്ചിരുന്ന ദത്തുപുത്രൻ്റെ മകളെ, ദത്തുപുത്രൻ്റെ ഭാര്യയെ നീ വിവാഹം ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അത് മറച്ചുവെച്ചു. അള്ളാഹുവിൻ്റെ വ്യക്തിപരമായ വഹി മറച്ചുവെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാനസികമായ പ്രയാസമുണ്ടായി എന്നർത്ഥം. അവിടെയാണ് അള്ളാഹുവിൻ്റെ കൃത്യമായ കൽപ്പനയുണ്ടാകുന്നത് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ. ആ വചനങ്ങളിലൂടെ അള്ളാഹു ശക്തമായി പറഞ്ഞു, നീ ഹൃദയത്തിൽ മറച്ചു വെച്ചത് വെളിപ്പെടുത്തുവാൻ അള്ളാഹു ഇതാ പോകുന്നു. നീ നിന്റെ ദത്തുപുത്രൻ്റെ മകളായി, ഭാര്യയായി അറിയപ്പെട്ടിരുന്ന സൈനബിനെ വിവാഹം ചെയ്യണം. അതോടുകൂടി ദത്തുപുത്ര സമ്പ്രദായത്തിന് അടിവേരറക്കുകയാണ്. അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തതാണ് പടച്ച തമ്പുരാൻ. ഇങ്ങനെ ഓരോ വിവാഹങ്ങൾക്ക് പിന്നിലും, പ്രവാചകന്റെ വിവാഹങ്ങൾക്ക് ഓരോന്നിന് പിന്നിലും വലിയ മാനവികമായ ലക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദത്തുപൗതൃത്വം എന്നത് ഇന്നും ഒരു കച്ചവടമായി മാറുന്ന, ഇന്നും അത് വലിയൊരു കോക്കസും വലിയ കച്ചവടവും വലിയൊരു ബിസിനസ്സുമെല്ലാമായി മാറുന്ന പുതിയ കാലഘട്ടത്തിൽ സ്വന്തം മാതാപിതാക്കൾ ആരാണ് എന്നറിയാനുള്ള മനുഷ്യനെന്നുള്ള നിലക്കുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ, ആ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന, ആ അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിൽ ദത്തുപുത്ര കോക്കസും അത് വലിയ ഒരു സാമ്പത്തിക സ്രോതസ്സുമായി മാറുന്ന ഇക്കാലഘട്ടത്തിൽ ഇസ്ലാം അവിടെ പഠിപ്പിച്ച അടിസ്ഥാനപരമായ തത്വങ്ങൾ, അതിൻ്റെ മാനവികത നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുകയാണ്. ആ മാനവികത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ആ മാനവികതയുടെ നടപ്പാക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈനബുമായുള്ള വിവാഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാര്യത്വം അത് സൗദാ ബിൻത് സംആ റളിയല്ലാഹു അൻഹ മുതൽ മൈമൂന റളിയല്ലാഹു അൻഹ വരെയുള്ള വ്യത്യസ്തങ്ങളായ വിവാഹങ്ങളിലും മുഴുവനും ബഹുഭാര്യത്വം ഏതൊക്കെ അവസരങ്ങളിൽ, ഏതൊക്കെ കാര്യങ്ങൾക്ക്, സാമൂഹികമായ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്ന് സ്വന്തം ജീവിതം വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജീവിതത്തെ നോക്കി ലൈംഗികതയോടുള്ള അമിതമായ അഭിനിവേശം കൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് വിവാഹങ്ങൾ ചെയ്തത് എന്ന് പറയുന്നവരോട് തിരിച്ചു ചോദിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുവത്വത്തിൻ്റെ പ്രാഥമിക കാലഘട്ടത്തിൽ തൻ്റെ 50 വയസ്സ് വരെയുള്ള സമയത്ത് മുഴുവനും ഒരേ ഒരു ഭാര്യയിൽ, ഒരേ ഒരു വിവാഹത്തിൽ ഒതുങ്ങി നിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലൈംഗികതയുടെ അതിപ്രസരം ആരോപിക്കുന്നത് ഏത് ലൈംഗിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് നീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയണമവർ. അവർ ശാസ്ത്രത്തിൻ്റെ ആളുകളാണെങ്കിൽ പറയണമവർ, അവർ നീതിശാസ്ത്രത്തിൻ്റെ വക്താക്കളാണെങ്കിൽ. ലൈംഗിക ദാഹമെന്ന് പറഞ്ഞാൽ, ലൈംഗികമായ അതിപ്രസരം എന്ന് പറഞ്ഞാൽ, ലൈംഗികമായ അതിമോഹം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക ഏത് പ്രായത്തിലായിരിക്കുമെന്ന് ലൈംഗിക ശാസ്ത്രത്തിൻ്റെ അഗാധതകളിലേക്ക് ഊളിയിട്ട് അന്വേഷിക്കുകയൊന്നും വേണ്ട ഏതൊരാൾക്കും എന്നുള്ളത് വസ്തുത. അവിടെയെല്ലാം നമ്മൾ കാണുക മാനവികതയുടെ ഉന്നതമായ മൂല്യങ്ങളാണ്, മാനവികതയുടെ ഉന്നതമായ കാര്യങ്ങളാണ് എന്നുള്ളതാണ് സത്യം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഏത് വശം എടുത്ത് നോക്കിയാലും ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞ, അള്ളാഹു സർട്ടിഫൈ ചെയ്ത ആ ജീവിതത്തിൻ്റെ ഉന്നതമായ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടെ എവിടെയും ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ല. നമുക്ക് ഒരാളുടെ മുന്നിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമെടുത്തുകൊണ്ട് ആരുടെ മുന്നിലും തന്നെ മാപ്പ് സാക്ഷിയായി നിന്ന് മാപ്പ് പറയേണ്ട അവസ്ഥയില്ല. ആരുടെ മുന്നിലും തന്നെ ഒരു തരത്തിലുള്ള മാനസികമായ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവാചകൻ ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് തോന്നേണ്ട ഒരവസ്ഥയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാതൃകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവിതത്തിൻ്റെ ഓരോ വശവും ലോകമേ നിങ്ങൾ പരിശോധിക്കുക. ഞങ്ങളൊരുക്കപാട് ആ പ്രവാചകന്റെ ജീവിതത്തിൻ്റെ ഓരോ വശവും നിങ്ങൾക്ക് മുടിനാരിട കീറി പരിശോധിച്ച നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, നിങ്ങൾ വിമർശിക്കുന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ ഞങ്ങൾ ഒരുക്കപാട് എന്ന് തുറന്നു പറയേണ്ടവരാണ് നമ്മൾ.